മോനെ മോനെ എണീച്ചേ, ഞാൻ നേരം എടുക്കാറ്. ആദ്യം എടുക്കാൻ തോന്നുന്നു, നേരെ ആദ്യം ഒരു വേദന. കാര്യം ചെയ്യാം, ഞാൻ ഇതിന് മുമ്പ് ചൂട് നീ ഒന്ന് പോയി കൊടുക്കണം. പഠിക്കുകയാണെങ്കിൽ ആരും വിളിച്ചിട്ടില്ല. ഇന്നെങ്കിലും കറണ്ട് കാശ് അടച്ചില്ലെങ്കിൽ KCB നമ്മുടെ ഫീസ് ചെയ്യും. എന്തെങ്കിലും പണിയൊക്കെ ഒന്ന് നോക്കണം. നീ എന്തായാലും നമുക്ക് എന്തെങ്കിലും വഴി ഉണ്ടാക്കാം. എന്തൊരു മഴയാണിത്! ഒരു മഴ പെയ്താൽ വെള്ളം മുഴുവൻ വീടിന്റെ അകത്താ. നമ്മുടെ അവസ്ഥ എന്തൊരു കത്താ. ഒരു നോക്കാം. ആ ബാബണ്ണോ അണ്ണാ, എന്തൊക്കെയുണ്ടെന്ന വിശേഷം? എന്താ രാവിലെ? എന്തൊരു വർക്കണ്ണ? 1500 രൂപയോ? മഴ കാരണം ഒഴിക്കില്ലത്. പിന്നെ എൻ്റെ അടുത്ത് ഓരോ ആട് വേസ്റ്റാണ്. വേസ്റ്റ് കൊടുത്ത് ഒന്നും കൊടുക്കില്ല. ആൾക്കാരൊക്കെ എഴുതുന്നുണ്ട്. ആ അതൊന്നും കാര്യമുണ്ടോ? നീയേ അവിടേക്ക് എത്തിയാൽ മതി. നീ അങ്ങോട്ടൊന്നും പോണ്ട. ആ അമ്മച്ചാത്തോടിന്റെ അടുത്തോട്ട് പോലും പോകാൻ പറ്റില്ല. എന്തൊരു നാശം അവിടെ. നീ എന്തായാലും ഇന്ന് അങ്ങോട്ട് പോകണ്ട. അതൊന്നും കുഴപ്പമില്ല. അണ്ണൻ ചെല്ല്, ഞാൻ വന്നേക്കാം. അപ്പൊ ഞാൻ അമ്മയുടെ കുട്ടി അങ്ങോട്ട് വന്നേക്കാം. ശരി ശരി ശരി, ഞാൻ വരാം. മോനെ ബാബു, നീ എന്തായാലും ഇന്ന് അങ്ങോട്ട് പോകണ്ട. അവിടെ നിന്ന് നമുക്ക് അടുക്കാൻ പറ്റില്ലടാ. ഈ ലോകത്തുള്ള സകലമായ ആൾക്കാർ വേസ്റ്റ് കൊണ്ട് തരുന്ന സ്ഥലം അത്. നമുക്ക് ഇന്നത്തേക്ക് വേറെ എന്തെങ്കിലും വഴി നോക്കാം. ഇതൊക്കെ എന്തമ്മ? അമ്മയ്ക്ക് മരുന്ന് വാങ്ങണ്ടേ? അമ്മ നമ്മുടെ വീട് കണ്ടില്ലേ? ഒരു മഴ പെയ്താൽ വെള്ളം മുഴുവൻ വീടിന്റെ അകത്താണ്. നമുക്കൊരു ഷീറ്റ് വാങ്ങിച്ച് അത് നടക്കണ്ടേ? എന്തെങ്കിലും നമ്മുടെ വീടൊക്കെ ഒന്ന് പണിയണ്ടേ? അതുമല്ല, കറണ്ട് കാശ് ഇന്ന് അടച്ചില്ലെങ്കിൽ അവർ നമ്മുടെ ഫ്യൂസ് വരും. അമ്മ ചെല്ല്, ആ ചൂടുവെള്ളം എടുത്ത് വെക്ക്, ഒന്ന് കുളിക്കട്ടെ. ഒരു എന്നാലും ഇല്ല അമ്മ. ഇന്ന് ഞാൻ വരുമ്പോ അമ്മയ്ക്ക് ഒരു പൊതി വാങ്ങിച്ചു കൊണ്ടുവരും, ഒരു സ്പെഷ്യൽ പലഹാര പൊതി. എന്തോരം മാലിന്യങ്ങളാണ്, എന്തോരം പ്ലാസ്റ്റിക് കവറാ, എന്ത് സ്മെല്ലാണിത്! ആ വെള്ളത്തിന്റെ കളറൊക്കെ ഒന്ന് കണ്ടില്ലേ? എന്ത് കറുത്ത കളറാ! അമ്മ എന്താ ചെയ്യട്ടെ? ഒരു ദിവസം പണിയോളാം. ഇതിന് തീരൊന്നുമില്ല. ചെയ്താൽ മതി. ഒരു ദിവസം പണിയുള്ളത്. ഇല്ലടാ, അതൊക്കെ ശരിയാക്കാം. വാ, നീയേ ആ സാധനങ്ങളൊക്കെ ഒന്ന് അടുപ്പിച്ച് വെച്ചാ നമുക്കിത് സെറ്റ് ആക്കണ്ട. വേഗം പണി ചെയ്യാം. ഞാനെന്താ പുതിയ മാലിന്യ കൊമ്പാല അരക്കാനായിട്ട് ഒരു ദിവസം ഇത് തന്നെ നിനക്ക് തിരിച്ചിട്ടു. വാ, നിങ്ങൾ വാ. ആ കൈക്കോട്ടും കാര്യങ്ങളൊക്കെ എടുത്താൽ നമുക്ക് വേഗം പണി തുടങ്ങാം. നീ മഴ വരുന്നുണ്ട്, നീ പെട്ടെന്ന് ഇരുട്ടാവും. വന്നേ, നമുക്ക് ചാനലിലേക്ക് ഇറങ്ങാം. സൂക്ഷിച്ചിട്ടാ, ഇവിടെ കുപ്പിച്ചിട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. കുറച്ച് ആട് കൂടുതലുണ്ട്, ഒഴുക്കുണ്ടെന്ന് തോന്നുന്നുണ്ട്. നല്ല കട്ടിയുള്ള വെള്ള. സൂക്ഷിക്ക്. അതൊക്കെ അറിയാ, പാത്ത് കുപ്പിച്ചിട്ടുണ്ട്. ആ കൈ ആ ചാട്ടുകളൊക്കെ നേരെ കയറിച്ച 1500 രൂപ കിട്ടുമെന്ന് പറഞ്ഞോട്ടാ. എല്ലാവരുടെ ഫീസൊക്കെ അടക്കണേ. അണ്ണാ അങ്ങോട്ട് പോവല്ലേ? അവിടെ അത് പണിയെടുത്ത് മതി. ഇല്ലടാ, ചെയ്യുമ്പോ നമുക്ക് കറക്റ്റ് ആയിട്ട് ചെയ്യാം. ഈ മാലിന്യങ്ങളൊക്കെ നീക്കം ചെയ്യാം നമുക്ക്. ഇല്ലെങ്കിലും നീ തോട് വൃത്തിയായിട്ട് ഒഴുകട്ടെ. അരുത്, ഇനി ഈ തോട്ടിലേക്ക് മാലിന്യങ്ങൾ എറിയരുത്. അതൊന്ന് ശരിയാക്കി വെച്ചാ. അയ്യോ രക്ഷിക്കേ.
പഴിചാരി എല്ലാവരും ഒഴിയുന്നുണ്ടെങ്കിലും ഇതിന്റെ യഥാർത്ഥ ഉത്തരവാദി ആരാണെന്നുള്ള ചർച്ചയും ഇവിടെ നടക്കുന്നുണ്ട്. ശരിയാണ് ചിത്ര, കേരളം ഒന്നടങ്കം പ്രാർത്ഥിക്കുകയാണ്. ഒരു അമ്മ മകനെയും കാത്തിരിക്കുന്ന ആ ഒരു ചിത്രം നമ്മുടെ മനസ്സുകളെ തീർച്ചയായും വല്ലാതെ വേദനിപ്പിക്കുന്നുണ്ട്. ചിത്ര, രക്ഷാപ്രവർത്തനത്തിനിടയിലും മാലിന്യത്തിന്റെ അളവ്, ദുർഗന്ധം എന്നിവ പ്രതികൂലമാകുന്നില്ലേ? അല്ലെങ്കിൽ രക്ഷാപ്രവർത്തനത്തിന് തടസ്സമാകുന്നില്ലേ ചിത്ര? ശരിയാണ് ഷീജ. ഒരു കുടുംബത്തിന്റെ അത്താണിയും ഒരു അമ്മയുടെ മകനുമാണ് ഈ മാലിന്യം നഷ്ടമായിരിക്കുന്നത്. ഇവിടെ നമുക്ക് നിൽക്കാൻ പോലും സാധിക്കുന്നില്ല, അത്രയധികം ദുർഗന്ധമാണ് ഇവിടെ. എങ്കിൽ കൂടി സ്കൂബ ഡൈവിംഗ് ടീമും ഫയർഫോഴ്സും കൂടെ അതീവമായി തിരഞ്ഞെടുക്കലിലാണ് ബാബുവിന് വേണ്ടി. തിരുവനന്തപുരത്ത് തോട് വൃത്തിയാക്കാൻ ഇറങ്ങിയ ശുചീകരണ തൊഴിലാളി ഒഴുക്കിൽപ്പെട്ട് കാണാതായിരിക്കുകയാണ്. അഗ്നിരക്ഷാസേനയുടെ നേതൃത്വത്തിൽ തെരച്ചിൽ ഊർജിതം. തിരുവനന്തപുരത്ത് അവരുടെ രക്ഷാപ്രവർത്തനത്തിന്റെ റോബോട്ടിക് ക്യാമറയിൽ മനുഷ്യശരീരം കണ്ടതായി സംശയിച്ചായിരിക്കും. ആ മാലിന്യം എവിടെ വെച്ച് അവർക്ക് മുമ്പിൽ ഒരു തടസ്സം ഉണ്ടാക്കുന്നോ അതുവരെ അവർ പോകുന്നുണ്ട്. പക്ഷേ ഇതുവരെയും പ്രതീക്ഷ നൽകുന്ന ഒന്നും ആ തെരച്ചിൽ കണ്ടെത്താൻ കഴിയില്ല. മുകളിലേക്ക് വന്ന രക്ഷാപ്രവർത്തകർ സംസാരിച്ചതാണ് ഇപ്പോൾ നമ്മൾ കേട്ടത്. തിരുവനന്തപുരത്ത് തോട് വൃത്തിയാക്കാൻ ഇറങ്ങിയ ശുചീകരണ തൊഴിലാളി ഒഴുക്കിൽപ്പെട്ട് കാണാതെ എനിക്കൊന്നും വേണ്ട, ഇത് പോവരുത്. അവരെ കൊണ്ടു മോനെവിടെ? എനിക്ക് അവനെ കാണണം. വേണ്ട, എനിക്കൊന്നും വേണ്ട. അവൻ രാവിലെ പോയപ്പോ എന്നോട് പറഞ്ഞത് ഒരു സ്പെഷ്യൽ പലഹാരം മതിയായിട്ട് അവരുടെ അടുത്തേക്ക് ഞാൻ വരും. അവനെ കൊണ്ടുവാ, എനിക്ക് അവനെ കാണണം. ഞാൻ പറഞ്ഞതോ ഇതും കൊണ്ട് പോകണ്ടത്. അവനെ കൊണ്ടോ, എനിക്ക് എന്റെ മോനെ കാണണം. മേഞ്ചാൻ തോടിന്റെ ശുചീകരണത്തിന് സർക്കാർ 5 ലക്ഷം രൂപ ചെലവാക്കിയിട്ടുണ്ട്. റോബോട്ടിനെ വെച്ച് ഇതുപോലത്തെ ഉള്ള തോടുകളൊക്കെ വൃത്തിയാക്കാൻ സർക്കാർ കുറെ പൈസ ഇതിന് വേണ്ടിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. അത് മാത്രമല്ല, ബാബുവിന് ഒരു വീട് സർക്കാർ ഫണ്ട് കൊടുക്കുന്നുണ്ട്. എന്റെ വീട് ഒഴുക്കി കൂടിയപ്പോ പലവട്ടം തിരിച്ചു കയറാൻ പറഞ്ഞതാ. അണ്ണൻ കയറിയില്ല. അസ്ലമിൽ നിന്നും പണി തീർത്തിട്ട് കയറാമെന്നും പറഞ്ഞു. പാവം, ഈ വീട് ഒരമ്മയുടെ അണ്ണ, ഒരു പലഹാരപ്പൊതിയും നോക്കിയിരിക്കുന്ന പാവമ്മ. ആ അമ്മയ്ക്ക് സ്വന്തം മകനെ തിരിച്ചു കൊടുക്കാൻ ആർക്കെങ്കിലും പറ്റുമോ? ആ കണ്ണീർ മാറ്റാൻ പറ്റുമോ നമുക്ക്? നഷ്ടം അയാളുടെ കുടുംബത്തിന് മാത്രം. പാവം മനുഷ്യൻ. നമ്മൾ വലിച്ചെറിഞ്ഞ പ്ലാസ്റ്റിക്കും മാലിന്യവും മാറ്റാൻ വെളിയാടായി. വൃത്തിയാക്കിയിട്ട് തിരിച്ചു കയറുക എന്ന് അണ്ണൻ നിർബന്ധം പിടിച്ചു. ഒരൊറ്റ മഴയിൽ നമ്മുടെ വീടുകളിൽ വെള്ളം കയറാതിരിക്കാൻ, നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് പകർച്ചവ്യാധി പിടിക്കാതിരിക്കാൻ പാവം ഒരിറ്റ് ശ്വാസത്തിനായി, ഒരു നല്ല വായുവിനായി, ഒരിറ്റ് നല്ല വെള്ളത്തിനായി എത്ര ആഗ്രഹിച്ചിട്ടുണ്ടാവും. ആ മേഞ്ചാൻ തോടിന്റെ മാലിന്യം അല്ല, അതറിഞ്ഞ മനുഷ്യൻ അവനെ കൊന്നു. കണ്ണിമ തട്ടാതെ കാത്തിരുന്ന ആ അമ്മ നമ്മുടെ മുമ്പിൽ പറയാം, അരുത്. മാലിന്യ കുമാരത്തിന്റെ ഉള്ളിൽ